ഹലോ മുത്തുമണീസ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടൊരു ചെറിയ ഫുഡ് വ്ളോഗാണ് കാണിക്കാൻ പോകുന്നത്. ഇപ്പം നമ്മളുള്ളത് ഷീല പാലസ് എന്ന് പറഞ്ഞൊരു ഡബ്ലിനിലുള്ള ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ നമ്മളിന്ന് ഇവിടെ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ബൊഫെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്കൊരു 20 യൂറോയ്ക്ക് നമ്മളിതെടുക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഒരുവിധം എല്ലാ ഫുഡും കഴിക്കാം. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെന്നു, പ്രീ ബുക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു. സീറ്റ് ചോദിച്ചു. അപ്പോൾ അവർ നമുക്ക് നമ്മളുടെ എണ്ണത്തിനനുസരിച്ചുള്ള ഒരു ടേബിൾ സെറ്റ് ചെയ്ത് തന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡിലേക്ക് കിടക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഫുഡ് വന്നിട്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, സമൂസ ഉണ്ടായിരുന്നു, പിന്നെ ചിക്കനിൽ തന്നെ വേറെ കബാബ്, പിന്നെ വേറെ എന്തോ ഒരു തരം അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കേരള സ്റ്റൈൽ ബിരിയാണി ഉണ്ടായിരുന്നു, ഹൈദരാബാദി ബിരിയാണി ഉണ്ടായിരുന്നു, കുത്തരി ചോറുണ്ടായിരുന്നു, മുളകിട്ട മീൻകറി ഉണ്ടായിരുന്നു, കപ്പ ഉണ്ടായിരുന്നു, ബീഫിൽ തന്നെ തേങ്ങയിട്ട ബീഫ് കറി ഉണ്ടായിരുന്നു, അല്ലാത്തൊരു ബീഫ് കറി ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, പിന്നെ പനീർ, അങ്ങനെ കുറച്ച് വെജ് കറീസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം സെലക്ട് ചെയ്തത് നമ്മുടെ എപ്പോഴത്തെയും ഫേവറേറ്റ് ബിരിയാണിയാണ്. അപ്പോൾ ബിരിയാണിയുടെ കൂടെ ഞാൻ സലാസും അച്ചാറും ഒക്കെ വെച്ചിട്ട് അടിച്ചു. ഓക്കെ, അപ്പോൾ അതിലെനിക്കൊരു കാല് കിട്ടിയിട്ടോ. കാലെപ്പോഴും നമ്മുടെ വികാരമാണല്ലോ. അപ്പോൾ ചിക്കനും നമ്മുടെ ബിരിയാണിയും എല്ലാം കൂടെ എടുത്ത് നാക്കിലേക്ക് വെച്ചത് എനിക്ക് ഓർമ്മയുള്ള മോനെ അടിപൊളി ടേസ്റ്റായിരുന്നു. അതെന്തായാലും എനിക്ക് ബിരിയാണി, പിന്നെ നമുക്ക് ബിരിയാണി എന്ന് കേട്ടാൽ തന്നെ ഒരു ടേസ്റ്റാണ്, ബട്ട് സ്റ്റിൽ സത്യമായിട്ടും നല്ല ടേസ്റ്റായിരുന്നു. സോ ഞാനത് എൻജോയ് ചെയ്ത് കഴിച്ചു കേട്ടോ. പിന്നെ ചിക്കൻ ഫ്രൈ ആണെങ്കിലും അത്യാവശ്യം നല്ലതായിരുന്നു. എന്താ പറയുക, നമുക്ക് കേരളത്തിൽ കിട്ടുന്ന സെയിം ആ ഒരു ടേസ്റ്റിൽ തന്നെ സംഭവം കഴിക്കാൻ വേണ്ടി പറ്റി കേട്ടോ. പക്ഷേ സമൂസയുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്കൊന്നൊരു നോർത്തേൺ സ്റ്റൈൽ സമൂസയായിരുന്നു. അതിൻ്റെ മസാലയൊക്കെ മാറ്റി വെച്ചിട്ട് ആക്ച്വലി ഞാൻ ആ പുറത്തെ ഭാഗം മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ നേരെ പോയത് ചോറിലേക്കാണ്. ചോറിൽ വന്നിട്ട് കുത്തരി ചോറും കപ്പയും നല്ല മുളകിട്ട മീൻകറിയും, പിന്നെ ബീഫ് ഒന്നും പറയാനില്ല, ഒടുക്കത്തെ ടേസ്റ്റായിരുന്നു. തേങ്ങാക്കൊത്തൊക്കെ ഇട്ടൊരു അടിപൊളി ബീഫ് കറിയായിരുന്നു കേട്ടോ. മീൻ വന്നിട്ട് നമുക്കൊരു പുഴമീൻ സ്റ്റൈലിലുള്ള ഒരു മീനാണ് അതുണ്ടായിരുന്നത് കേട്ടോ. സോ അത് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. പക്ഷെ പുളിയൊക്കെ ഇട്ട് വെച്ച അടിപൊളി മീൻ കറിയായിരുന്നു കേട്ടോ. കപ്പ വന്നിട്ട് അങ്ങനെ ഉടയാത്തൊരു തരം കപ്പയായിരുന്നു ഉണ്ടായിരുന്നത്. എനിവേ അതും ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്ത് തന്നെ കഴിച്ചു. ആക്ച്വലി നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. മോശം പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല. സോ അത് കഴിഞ്ഞ് ഞാനൊരു അപ്പമാണ് എടുത്തത്. അപ്പവും ബീഫ് കറി എടുത്തു. അപ്പം വലിയ ഗുണമുണ്ടായിരുന്നില്ല, ബട്ട് ബീഫ് കറി ഞാൻ പറഞ്ഞല്ലോ നല്ലതായിരുന്നു. സോ ഇത്രയൊക്കെ കഴിച്ച് സെറ്റായി നമ്മളിവിടെ നിന്ന് തിരിച്ചു പോരുകയാണ്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.